ഹായ് ഇസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ് കറിയാണ്, ഒരു ധാബ സ്റ്റൈൽ എഗ് മസാല കറി. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്പൈസസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് മസാല കറിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു മസാലക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോറിനും ചപ്പാത്തിക്കും അതുപോലെ നാണ്, പൊറോട്ട ഇങ്ങനെയുള്ള ഇതിനൊക്കെ എല്ലാത്തിനും യോജിക്കുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം. ധാബ സ്റ്റൈൽ എഗ് മസാല കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 6 എഗ്ഗ് എടുത്തിട്ടുണ്ട്. എഗ്ഗ് പുഴുങ്ങി എടുത്തതാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് നല്ല തിളച്ച വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ് തണുത്ത വെള്ളത്തിലിട്ട് അങ്ങനെ പൊളിച്ചെടുത്ത് വെച്ചതാണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് കുറച്ച് മസാലകൾ വേണം. 2 ഏലക്കായ, പിന്നെ കരയാമ്പ് ഒരു 2-3 എണ്ണം എടുക്കാം, ഒരു കറുവാപ്പട്ട, 1 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ ഓയിലാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. 2 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് സ്പൈസ് പൗഡേഴ്സ് ആണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 പച്ചമുളക് അത് ഞാൻ സ്ലിറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് പഞ്ചസാരയും ഉപ്പാണ്. അത് 1/2 ടീസ്പൂൺ വീതമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഉപ്പൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ടൊമാറ്റോ പുരിയാണ്. അപ്പോൾ 2 ടൊമാറ്റോ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്ത് വെച്ചതാണ്. നമ്മുടെ കറിക്ക് തിക്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 മാർഗങ്ങൾ ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 10 നട്ട്സ്, കാഷ്യൂ നട്ട്സ് വെള്ളത്തിലിട്ട് കുതിർത്ത് അത് പേസ്റ്റാക്കി അരച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് ഇല്ലാഴ്ച നമുക്ക് 1 ടീസ്പൂൺ കടലമാവ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, മല്ലിയില ഗാർണിഷ് ചെയ്യാനും, പിന്നെ കസൂരി മേത്തി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ എഗ്ഗിനെയൊക്കെ നമുക്കൊന്ന് ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തിയെടുക്കാം, അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞെടുക്കാം കേട്ടോ. എന്ന് വെച്ചാൽ സ്പൈസസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറി നല്ല ടേസ്റ്റ് ആവും അപ്പോഴേക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോൾട്ട്, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള എഗ്ഗ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു 2 മിനിറ്റ് നമുക്ക് ഈ എഗ്ഗ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. എന്ന് വെച്ചാൽ ഈ മസാലയ്ക്ക് ഇതുമ്പോൾ പിടിച്ച് ആ എഗ്ഗ് ഒരു ഗോൾഡൻ കളറായിട്ട് വരും ചെയ്യും ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മൾ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ എടുത്തു വെച്ച ജീരകവും ഈ മസാലകളിൽ ഇതൊന്ന് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റാം. ഇനി അതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്യാം. സവാള നമുക്ക് ഒന്ന് ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. സവാള ഇപ്പോൾ ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം, ആ റോസ് സ്മെല്ല് പോകുന്ന വരെ. ഇനി ഇതിൽ നമ്മൾ ഈ മസാല പൊടികളെല്ലാം നമ്മൾ ആഡ് ചെയ്യാൻ പോവുക. അതിൻ്റെ കൂടെ തന്നെ ഈ പച്ചമുളകും. ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 30 സെക്കൻഡ് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഷുഗറും സോൾട്ടും 1/2 ടീസ്പൂൺ വീതമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതുകൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ടൊമാറ്റോ പുരി
2 ടൊമാറ്റോ പുരിയാക്കി വെച്ചതാണ്, അതും ആഡ് ചെയ്യാം. അതിനൊപ്പം തന്നെ നമ്മൾ നട്ട്സ് അരച്ചു വെച്ചത്. ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതായത് ആ എണ്ണയൊന്ന് തെളിഞ്ഞ് വരണം, അതുവരെയാണ് നമ്മൾ ഇത് കുക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്യാം, നന്നായിട്ട് ബോയിൽ ചെയ്ത് വരണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബോയിൽ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ മസാലയൊക്കെ ആക്കി വെച്ചിരിക്കുന്ന ആ എഗ്ഗ് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ മല്ലിയിലയും അതുപോലെ കസൂരി മേത്തി 1 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കുകയാണ്. ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു മൂടി കൊണ്ട് അടച്ചു വെക്കാം. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് അങ്ങനെ നമ്മൾ വേവിക്കണം കേട്ടോ. വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് മസാല കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ഇതുപോലെ പ്രിപ്പയർ ചെയ്യാം. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ.